ബലാത്സംഗ കേസിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നോട്ടീസ് പതിക്കണമെന്ന് എസ്പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. അനന്തൻ, സിദ്ദിഖ് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പൂജ, ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ SP ആണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഈ ലുക്കൌട്ട് നോട്ടീസിൽ പറയുന്നത് സിദ്ദിഖ് മുഹമ്മദ് എന്ന 65 വയസ്സുകാരനായ ക്രൈം നമ്പർ 1192/2024 കേസിൽ IPC 376, 506 കുറ്റം ചുമത്തപ്പെട്ട പ്രതിയെ കണ്ടെത്തുന്നവർ, അതായത് ഫോട്ടോ സഹിതമാണ് കണ്ടെത്തുന്നവർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെയോ തിരുവനന്തപുരം റേഞ്ച് DIGയോ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറെയോ അതല്ലെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം ഫോൺ നമ്പർ സഹിതമുള്ള ലുക്കൌട്ട് നോട്ടീസാണ് ഇതിപ്പോൾ എല്ലാ SP-മാർക്കും ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചു നൽകിയിട്ടുണ്ട്. നാളെ മാധ്യമങ്ങളിലടക്കം, അതായത് പത്രമാധ്യമങ്ങളിലടക്കം ഈ ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാർക്കും ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് സിദ്ദിഖ് കടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ അറസ്റ്റിന് പോലീസിന്റെ നീക്കമുണ്ടായിരുന്നു. എന്നാൽ ആ നീക്കങ്ങളൊക്കെ വകവയ്ക്കാതെ അല്ലെങ്കിൽ ആ പോലീസ് വലവീശി നടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാകുമ്പോൾ തന്നെ സിദ്ദിഖ് ഇപ്പോൾ വൈകുന്നേരം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി ഫയൽ ചെയ്തു. ഇതോടുകൂടി പോലീസിന് വലിയ നാണക്കേടായിട്ടുണ്ട്. പോലീസ് സിദ്ദിഖിനെ സഹായിക്കുന്നു. ഈ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നത് വരെ അറസ്റ്റ് ചെയ്യാതെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ തന്നെ പോലീസിനെതിരെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇത് വലിയ നാണക്കേടായതോടുകൂടിയാണ് നടപടികൾ ലഘൂകരിച്ചിട്ടില്ല, സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നതിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും സിദ്ദിഖിനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഈ സുപ്രീം കോടതിയിൽ സമീപിക്കുമ്പോൾ ഈ കോടതിയുടെ ഒരു തീരുമാനം വരുന്നതുവരെ ഒരുപക്ഷെ പോലീസ് കാത്തിരിക്കും എന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസുമായി പ്രത്യേക അന്വേഷണ സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.